ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൺവേർട്ടബിൾസ് ഓർ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സോഴ്സ് ഓഫ് ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടേമുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കൂടെ വാച്ച് ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. കൺവേർട്ടബിൾസ് ഓർ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ്, അതായത് കൺവേർട്ടബിൾ ഗിവ് ഇൻവെസ്റ്റേഴ്സ് ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് ബോണ്ട് ഓർ പ്രിഫറൻസ് സ്റ്റോക്ക്. കൺവേർട്ടബിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ ടു കൺവേർട്ട് ബോണ്ട് ഓർ പ്രിഫറൻസ് സ്റ്റോക്ക്. ഓക്കെ, ബോണ്ടിനെ അല്ലെങ്കിൽ പ്രിഫറൻസ് സ്റ്റോക്കിനെ ഇൻറ്റു ഇക്വിറ്റി ഷെയർ ഇൻ ദി ഫ്യൂച്ചർ അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ് ആൻഡ് പ്രൈസ്. ഒരു നിശ്ചിത പ്രൈസിന് ഒരു നിശ്ചിത ഡേറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ബോണ്ടിനെ അല്ലെങ്കിൽ പ്രിഫറൻസ് സ്റ്റോക്കിനെ ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷനാണ് കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കൺവേർട്ടബിൾസ് നൽകുന്നത്. ഓക്കെ, ഈ കൺവേർട്ടബിൾസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത് നോ ഫിക്സ്ഡ് പ്രൈസ് ആണ്. ഒരു ഫിക്സ്ഡ് പ്രൈസ് ഇല്ല കൺവേർട്ടബിളിൻ്റെ കേസിൽ എന്നുള്ളതാണ് ഒരു പ്രത്യേകത വരുന്നത്. ഓക്കെ, അതായത് ദർ ഈസ് നോ ഫിക്സ്ഡ് പ്രൈസ് ഇൻ കേസ് ഓഫ് കൺവേർട്ടബിൾ. നെക്സ്റ്റ് രണ്ടാമത്തത് നോട്ട് ഡിറ്റാച്ചബിൾ ആണ്. കൺവേർട്ടബിൾസ് ആർ നോട്ട് ഡിറ്റാച്ചബിൾ, ഹെൻസ് ഇൻവെസ്റ്റേഴ്സ് കനോട്ട് ട്രേഡ് ദം സെപ്പറേറ്റ്ലി. ഇതിന് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് വേർതിരിച്ചുകൊണ്ട് സെയിൽ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് റിമൂവ്ഡ് ഫ്രം അക്കൗണ്ട്സ് ഓൺ എക്സസൈസ്. ഇഫ് എൻ ഇൻവെസ്റ്റർ കൺവേർട്ട് ദി ബോണ്ട് ഓർ പ്രിഫറൻസ് ഷെയർ, ദെൻ ദി ബോണ്ട് ഓർ പ്രിഫറൻസ് ഷെയർ ആർ റിമൂവ്ഡ് ഫ്രം കമ്പനീസ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, പ്രിഫറൻസ് സ്റ്റോക്കോ അല്ലെങ്കിൽ ബോണ്ടോ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി ഓണർഷിപ്പ് ആണ്. കൺവേർട്ടബിൾ ഗിവ്സ് ഇൻവെസ്റ്റേഴ്സ് ഓണർഷിപ്പ് ഓഫ് ദി സെക്യൂരിറ്റി ഫ്രം ദി വെരി ബിഗിനിങ്. തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ കൺവേർട്ടബിൾസിൻ്റെ കേസിൽ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് വേർത്ത്ലെസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഫാൾ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നേരത്തെ നമ്മൾ ഓണർഷിപ്പ് ബോണ്ടിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിൻ്റെ ഓണർഷിപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കിത് വേർത്ത്ലെസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനി ഇൻട്രിൻസിക് വാല്യൂ ആണ്. കൺവേർട്ടബിൾ ഹാവ് ദെയർ ഓൺ ഇൻട്രിൻസിക് വാല്യൂ. കൺവേർട്ടബിളിൻ്റെ കേസിൽ അതിൻ്റേതായ എന്തുണ്ട്, ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൺവേർട്ടബിളിൻ്റെ ടൈപ്സ് ആണ്. അതിലൊന്നാമതാണ് കൺവേർട്ടബിൾ ബോണ്ട്. അതായത് ബോണ്ട് ദാറ്റ് പേ ഇൻട്രസ്റ്റ് ലൈക്ക് റെഗുലർ ബോണ്ട് ബട്ട് ദി ഓർഡർ ക്യാൻ കൺവേർട്ട് ദം ഇൻ ടു കമ്പനീസ് ഇക്വിറ്റി ഷെയർ. കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിലേക്ക് ഒരു പ്രൈസിൽ, നിശ്ചിത പ്രൈസിൽ നിശ്ചിത ടൈമിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ത് കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് സ്റ്റോക്ക് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറിനെയാണ്, പ്രിഫറൻസ് സ്റ്റോക്കിനെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആണ്. കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൺവേർട്ടബിൾ ബോണ്ട് ബട്ട് ആർ അൺസെക്വേർഡ് ആണ്. അൺസെക്വേർഡ് അല്ലാത്ത ബോണ്ടുകളാണ് ഇവിടെ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ കൺവേർട്ടബിൾ ബോണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ബോണ്ടിനെ എന്ത് ചെയ്യുക, ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈപ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൽ വരുന്നതാണ് വാനില കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇൻവെസ്റ്റേഴ്സ് ആർ ഗ്രാൻറ്റഡ് ദി റൈറ്റ് ടു കൺവേർട്ട് ദെയർ ബോണ്ട് ടു സെർട്ടൈൻ നമ്പർ ഓഫ് ഷെയർ. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ ബോണ്ടിനെ ചില നമ്പർ ഓഫ് ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള അവകാശമാണ് നൽകുന്നത്. അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് കൺവേർഷൻ പ്രൈസ്. ഒരു നിശ്ചിത പ്രൈസിൽ അറ്റ് ദി മെച്യൂരിറ്റി ഡേറ്റിൽ എന്ത് ചെയ്യാണ്, ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നു. ഇനി രണ്ടാമത്തെ വരുന്നത് എന്താണ്, മാൻഡേറ്ററി കൺവേർട്ടബിൾസ് ആണ്. In the case of mandatory convertibles, it provides the investors with an obligation to convert their bond to share at a maturity. അതായത് ഇവിടെ ഒബ്ലിക്കേഷൻ ആണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒബ്ലിക്കേഷൻ ആണെന്ത്, അതിനെ ബോണ്ടിനെ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യണം മെച്യൂരിറ്റി പീരീഡ് ആയാൽ. അതാണെന്ത് മാൻഡേറ്ററി കൺവേർട്ടബിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന റിവേഴ്സ് കൺവേർട്ടബിൾസ് ആണ്. റിവേഴ്സ് കൺവേർട്ടബിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ദി ഇഷ്യൂർ an option to either buy back the bond in cash.
അല്ലെങ്കിൽ ഓർ കൺവേർട്ട് ദി ബോണ്ട് ടു ഇക്വിറ്റി അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് കൺവേർഷൻ പ്രൈസ്. അതായത് ഇൻവെസ്റ്റർക്ക് രണ്ട് ഓപ്ഷൻ ആണല്ലോ ഇവിടെ. എന്ത്, ഒന്നുകിൽ ബോണ്ട് തിരിച്ചു വാങ്ങിക്കാം ഒരു നിശ്ചിത പ്രൈസിന്, അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയറിലേക്ക് ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിന് മെച്യൂരിറ്റി ഡേറ്റിൽ കൺവേർട്ട് ചെയ്യാം. അങ്ങനെ രണ്ട് ഓപ്ഷൻ വരുന്നതാണ് എന്ത്, റിവേഴ്സ് കൺവേർട്ടബിൾ എന്ന് പറയുന്നത്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് പർച്ചേസ് ബാക്ക് നടത്തുക, ഓക്കെ, ബൈ ബാക്ക് നടത്താനുള്ള ഓപ്ഷനാണ്. ഇനി നെക്സ്റ്റ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് വാറണ്ടും കൺവേർട്ടബിൾസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വാറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്നാൽ കൺവേർട്ടബിൾസോ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളതാണ് ഒന്നാമത്തെ ഡിഫറൻസ് വരുന്നത്. ഇനി രണ്ടാമത്തത് പ്രൈസ് അറ്റ് വിച്ച് ദി അണ്ടർലൈങ് സെക്യൂരിറ്റി ക്യാൻ ബി പർച്ചേസ്ഡ് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, എന്നാൽ കൺവേർട്ടബിളിലോ ദർ ഈസ് നോ ഫിക്സ്ഡ് പ്രൈസ് ഇൻ കേസ് ഓഫ് കൺവേർട്ടബിൾ. കൺവേർട്ടബിളിൻ്റെ കേസിൽ ഒരു നിശ്ചിത പ്രൈസ് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അണ്ടർലൈങ് അസറ്റിന് എന്തുണ്ടാവും, വാറണ്ടിൻ്റെ കേസിൽ ഒരു ഫിക്സ്ഡ് പ്രൈസ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ഇറ്റ് ഈസ് ഡിറ്റാച്ചബിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രേഡഡ് സെപ്പറേറ്റ്ലി. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ പറ്റും. എന്നാലോ കൺവേർട്ടബിൾ നോട്ട് ഡിറ്റാച്ചബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റ്ലി ട്രേഡഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇറ്റ് ഹാസ് നോ ഇൻട്രിൻസിക് വാല്യൂ. വാറണ്ടിന് ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. കൺവേർട്ടബിളിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻട്രിൻസിക് വാല്യൂ. ഇനി വാറണ്ട്, ഇഫ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി അണ്ടർലൈങ് സെക്യൂരിറ്റി ഫാൾസ് ബിലോ എക്സസീവ് പ്രൈസ് ഇറ്റ് വിൽ ബിക്കം വേർത്ത്ലെസ്. മാർക്കറ്റ് പ്രൈസ് താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, ഒരു അസറ്റിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ താഴോട്ട് പോയി കഴിഞ്ഞാൽ, പ്രൈസ് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അത് വേർത്ത്ലെസ് ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈവൻ ഇഫ് ദി ഷെയർ പ്രൈസ് ഫാൾസ് ഇറ്റ് ഡസ് നോട്ട് ബിക്കം വേർത്ത്ലെസ് എന്നുള്ളതാണ്. കൺവേർട്ടബിളിൻ്റെ കേസിൽ പ്രൈസ് ഫാൾ ചെയ്താലും അത് വേർത്ത്ലെസ് ആകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അറിയേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.